ക്രിസ്ത്യാനോ റൊണാൾഡോ 40 വയസ്സായെങ്കിലും അദ്ദേഹത്തിന്റെ ബയോളജിക്കൽ ഏജ് 28 വയസ്സാണ് എന്നുള്ള ന്യൂസ് വളരെ വൈറലാവുന്ന കണ്ടു. എന്താണ് ഈ ബയോളജിക്കൽ ഏജ്? നമ്മുടെ കലണ്ടറിൽ കാണുന്ന ഏജിനാണ് ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയുക. നമ്മുടെ ബർത്ത് ഡേറ്റ് എന്ന് വെച്ചാൽ അതിനെ ബേസ് ചെയ്താണല്ലോ ക്രോണോളജിക്കൽ ഏജ് പറയുക. ബയോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങളുടെ പ്രായം അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലുള്ള ഓർഗൻസിന്റെ പ്രായം. മിക്ക കേസുകളിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബയോളജിക്കൽ ഇന്നത് മെഷർ ചെയ്യാനുള്ള ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള ടെസ്റ്റ് ഒക്കെ ചെയ്തു നോക്കിയാൽ പല ആൾക്കാരും കാണുന്നത് 30 വയസ്സ് ക്രോണോളജിക്കൽ ഏജ് അല്ലെങ്കിൽ കലണ്ടർ ഏജ് ഉള്ള ഒരാൾക്ക് അയാളുടെ ബയോളജിക്കൽ ഏജ് 50 or 60 ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് 30 വയസ്സുള്ളപ്പോൾ തന്നെ 60 വയസ്സിൽ വരേണ്ട അസുഖങ്ങൾ പലർക്കും വരാനുള്ള കാരണം. ഇനിയുള്ള കാലത്ത് നമുക്ക് അത്തരത്തിലുള്ള ടെസ്റ്റുകൾ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഉള്ള മേജർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ഏജ് എല്ലാ ആൾക്കാർക്കും മെഷർ ചെയ്യാവുന്ന ഒരു കാലത്തിലേക്ക് കടക്കുകയാണ്. മാത്രമല്ല ഞാൻ കരുതുന്നത് മാരേജ് പ്രപ്പോസലൊക്കെ ഇനി വരാൻ പോകുന്ന ബയോളജിക്കൽ ഏജിനെ മെഷർ ചെയ്തിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ബയോളജിക്കൽ ഏജിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഡെഫിനറ്റ് ആയിട്ടും മാരേജ് പ്രപ്പോസലിന്റെ സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു 2-3 വർഷത്തിനകം ഉണ്ടാകാൻ പോകുന്ന കാര്യമാണ്. കാരണം നിങ്ങൾ 29 വയസ്സെന്നൊക്കെ പറയും, കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ഒന്ന് അറിയണമല്ലോ 29 വയസ്സാണോ അതോ നിങ്ങൾക്ക് 49 വയസ്സാണോ ശരിക്കും നിങ്ങളുടെ ഓർഗൻസിനും സെൽസിനും ഉള്ളത് എന്ന്. അതുകൊണ്ട് ബയോളജിക്കൽ ഏജ് സൂക്ഷിച്ചോളുക. ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ കല്യാണമൊക്കെ ആലോചിക്കുന്ന ആൾക്കാർ, കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ആൾക്കാർ ഈ ബയോളജിക്കൽ ഏജിനെ കുറിച്ച് ശരിക്കും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. എങ്ങനെ നമുക്ക് ബയോളജിക്കൽ ഏജ് കുറയ്ക്കാം എന്ന് ചോദിച്ചാൽ കുറയ്ക്കാൻ സാധിക്കും. അതിനുള്ള മെത്തഡോളജികൾ ഉണ്ട്. ഇന്ന് അതിന് പറ്റുന്ന തരത്തിലുള്ള സയൻസും ടെക്നോളജി അവൈലബിൾ ആണ്.